അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. ഈ ചൂട് കാലത്ത് ഇമാതിരി ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ശരിക്കും ഇതൊരു കഫ്താനാണ്. ഞാൻ ഉള്ളിൽ ഇന്നർ ഇട്ടത് കൊണ്ടാണ് ഇത്രയും ചൂടായിട്ട് ഫീൽ ചെയ്യണത് കേട്ടോ. പക്ഷേ എനിക്കെന്തോ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ ഇടാൻ തോന്നൂലേ, അങ്ങനെ ഇട്ട് നോക്കിയതാണ്. ഇനി ചൂടുകാലം കഴിയുന്നവരെ ഇമാതിരി ഐറ്റംസ് ഞാൻ ഇടൂല. ഞാൻ 2 ടൈപ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഈ ഒരു മജന്ത കളർ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൈ ഭയങ്കര ഷോർട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലൊരു ഇന്നർ ഇട്ടത്. അല്ലാത്ത സമയത്താണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്കിങ്ങനെ ഇടുമ്പോൾ. ഇതിപ്പോൾ 40 ഡിഗ്രി ചൂടിൽ ഭയങ്കര രസമാണ്, നല്ല സുഖം. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരിയൊക്കെ എടുക്കുന്നത്. നിങ്ങൾ ഇന്നത്തെ വ്ളോഗ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചുട്ട് അയ്യോ ജിനിത്ത ഇത് വേണ്ട എന്ന് പറയൂട്ടോ ചിലപ്പോൾ എന്നോട്. എനിക്ക് തന്നെ കോമഡി ആവുന്നു. അങ്ങനെ ഞാൻ വേഗം അടിച്ചു വാരി എല്ലാവരുടെയും ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിൽ വാതിലൊക്കെ ഒന്ന് തുറന്ന് കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു, അതിനെയൊക്കെ കളഞ്ഞിട്ട് വന്നു. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം കമൻറ്റ് ബോക്സ് വഴി. എന്നാ ഉണ്ട്, എങ്ങനെ പോകുന്നു ചൂട്? ഈ ചൂടിൻ്റെ ഇടയിൽ ട്രിപ്പ് പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇതാ വേഗം ബാക്ക് സൈഡ് ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഫ്രണ്ട് ഏരിയയിലോട്ട് പിന്നെ ഞാൻ പോയില്ല. ഇന്ന് വളരെ കുറച്ച് ആക്ടിവിറ്റീസ് മാത്രം ചെയ്തിട്ട് വേഗം പോയി കുളിച്ച് നെയ്റ്റ് മാറ്റണം എന്ന് മാത്രമായിരുന്നു കേട്ടോ എൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് വേഗം വേഗം ചെയ്തിട്ട് വരുന്നത്. ഇന്നലെ വ്ളോഗ് ഇടാൻ പറ്റിയില്ല. ആക്ച്വലി ഇത് ഇന്നലെ ഇടേണ്ട വ്ളോഗ് ആയിരുന്നു, പക്ഷേ എനിക്കെന്തോ ഒരു ഉഷാറില്ലായ്മ കേട്ടോ. വ്യൂസ് കമ്മിയായതിൻ്റെ ആയിരിക്കാം മേ ബി. അങ്ങനെ കൂടി പിന്നെ ഇങ്ങനെ കുറഞ്ഞ് പിന്നെ ഇങ്ങനെ കൂടി അങ്ങനെ ഒരു ലെവലിലാണ് കേട്ടോ ഇപ്പോൾ ചാനൽ പോകുന്നത്. ഹായ് ജിനി, മുറ്റത്തൂടെ ബോഗൻവില്ല വെച്ചൂടെ? നോക്കട്ടെ ഇൻഷാല്ലാ. എനിക്കിപ്പോൾ മുറ്റങ്ങനെ ഒന്നുമില്ലാണ്ട് കിടക്കണം എന്നാണ്. കാരണം ഈ ചൂടുകാലം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ പുല്ലോ ചെടിയോ ഒന്നും വെക്കാൻ തോന്നുന്നില്ല. അതിൻ്റെ ഇടയിലൊക്കെ വന്ന് പാമ്പ് കിടന്നാലോ എന്നുള്ള പേടിയാണ് കേട്ടോ. ഇപ്പോൾ കൂടെ ഇങ്ങനെ റൂമിൻ്റെ എല്ലായിടത്തും ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഉത്സവം കൊടുക്കുന്നത്. ബാഗിൻ്റെ ഒക്കെ ബള്ളി കാണുമ്പോൾ ഇങ്ങനെ പാമ്പ് നിൽക്കണ പോലത്തെയൊക്കെ ഫീല് എന്തായാലും. അപ്പോൾ എല്ലാവരുടെയും നിന്ന് അടിച്ചു വാരി പിന്നെ ഞാൻ പോയി തേങ്ങ ഒന്ന് പൊളിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കണം? ഇന്ന് ഒരു കറി ഉണ്ടാക്കണം, പച്ചമാങ്ങ മോര് കറി. പിന്നെ അതിഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തൈര് കടുക് വറുത്തതും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചു. എൻ്റെ ചെറിയ മോനിക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. തേങ്ങ കുലുക്കി കൊണ്ടുവന്ന് ഞാൻ 2 തേങ്ങ പൊളിച്ചെടുത്തിട്ട് വന്നു കേട്ടോ. ഈ മെഷീൻ ഉണ്ടല്ലോ അത് കേടുവന്നു ഇന്നലെ മോനെ എനിക്ക് തേങ്ങ പൊളിച്ച് വന്നപ്പോൾ ഇതങ്ങോട്ട് വേർപ്പെടുത്തി. അവന് വലിയ ജിമ്മനല്ലേ എന്ന് വിചാരിച്ചിട്ടാണോന്നാവോ അതിനെ പൊളിച്ച് അടുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ മേടിക്കണം. ഈ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ കേടുവന്നപ്പോൾ അവർ നമുക്ക് വെൽഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറേ വർഷമായി. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ ആരും ഇല്ല, അതുകൊണ്ട് നമുക്ക് അത് പ്രയാസമായിരിക്കും. അങ്ങനെ കറിവേപ്പിലും തേങ്ങയൊക്കെ സെറ്റാക്കി ഞാൻ വേഗം കിച്ചണിലോട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും പാല് വന്നിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേഗം ഞാൻ ഫ്രണ്ടിൽ അടിച്ചു വാരിയോ? എനിക്ക് ഓർമ്മയില്ല, വീഡിയോയിൽ കാണിച്ചിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലയെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അങ്ങനെ വേഗം ചായ എല്ലാം വെച്ച ശേഷം നമുക്കിനി ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാം. ഈ ടൈപ്പ് ഡ്രസ്സ് ഇടണോ വേണ്ടിയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ ഭയങ്കര തടിച്ചിയായിട്ടുണ്ട് എന്ന് എൻ്റെ ചെറിയ മോന് പറഞ്ഞു. ജിനിമ ഇതിൽ നല്ല തടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പൂതിക്കെടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ കൈ ഉണ്ടല്ലോ, ഒരു മുട്ട വരെ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്നർ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ടാൽ മതി. അപ്പോൾ വേഗത ഞാൻ എന്താ പറയുക, ചായ റെഡി ആയിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പരിപാടി നിങ്ങൾ പറയൂ. ഞാൻ നിങ്ങളോടാണോ എൻ്റെ പരിപാടി ചോദിക്കുന്നത്? കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. പിന്നെ സൂപ്പർ വ്ളോഗ് ചിനിത്ത എന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്ത് ചൂടായാലും ചായ നിർബന്ധമാണ്, 2-3 നേരമൊക്കെ. ഉപ്പ ഉമ്മ സുഖല്ലേ? അയാൻ റിഹാൻ വെക്കേഷനല്ലേ? കമൻറ്റ് വായിക്കൽ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ചായ നിർബന്ധമുള്ള ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. എന്ത് ചൂടാണെങ്കിലും 2 നേരം ചായ 3 നേരം ചായ എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര മതി. പക്ഷെ ഒരു
മഗ് ഫുള്ള് ചായ ഒന്നും വേണ്ട, ഒരു കാല് അല്ലെങ്കിൽ ഹാഫ് മഗ് ഇങ്ങനെയൊക്കെ മതി കേട്ടോ. അങ്ങനെയൊക്കെ മതിയില്ലേ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് ഒരു സിപ്പൊക്കെ എടുക്കുമ്പോൾ ഒരു ഉഷാർ അങ്ങനെ എന്തോ, ചിലപ്പോൾ അത് നമ്മുടെ മെൻറ്റാലിറ്റി ആയിരിക്കും. രാവിലെ എണീച്ചതും വാം വാട്ടർ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്. ആക്ച്വലി ഞാനും വെള്ളം കുടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയുള്ളൂ ചായ കുടിക്കുക. ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഇച്ചിരി വെള്ളം കുടിക്കും. പിന്നെ വെറും വയറ്റിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രഷ് ചെയ്യാണ്ട് വെള്ളം കുടിക്കുന്നത് ഭയങ്കര നല്ലതാട്ടോ. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഹായ് എനിക്ക് ചായ എത്ര കിട്ടിയാലും കുടിക്കും. അതൊരു ബാഡ് ഹാബിറ്റ് ആണെന്ന് അറിയാം, എന്നാലും ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇത്താൻ്റെ കുക്കിംഗ് വീഡിയോസ് കണ്ടാണ് എനിക്ക് കുക്ക് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ചായ കുടിക്കൽ പല ആൾക്കാരും ഒരു ബാഡ് ഹാബിറ്റ് ആണെന്ന് പറഞ്ഞ് വെച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ചായയിലിടുന്നത് നമ്മൾ വളരെ കുറച്ച് മധുരമല്ലേ, അതിനെക്കാട്ടിൽ എത്രയോ മധുരം നമ്മൾ ഡെയിലി ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. അതായത് ചോറായിട്ടും പിന്നെ പലതുമായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ. ഇഡലി, ദോശ, ഇങ്ങനത്തെ വൈറ്റ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസിലും ഉണ്ട് തോന്നുന്നു ഈ ഒരു വൈറ്റ് ഷുഗർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ ഷുഗറിൽ മാത്രമല്ല, ഷുഗർ ചിലപ്പോൾ ചായയിൽ ഇത്തിരി ഉള്ളു ഇടുന്നുണ്ടാവുക. ആ ഷുഗർ നമുക്ക് കഴിക്കുക, ഒരു പ്രശ്നവുമില്ല. ആ ഷുഗർ കഴിച്ചുകൊണ്ട് ഷുഗറൊന്നും വരില്ല. നിറയെ ഇട്ടിട്ട് കഴിച്ചാലൊക്കെ ചിലപ്പോൾ വരും. നമ്മൾ വളരെ ലേറ്റ് മധുരമായിട്ടോടുള്ളൂ. മുളക് പൊടിന്റെ പാക്കറ്റോ, ചുവന്ന മുളകാണ് വേണ്ടത്. ചുവന്ന മുളക് ഒരു ബാഗ് പറയുമ്പോൾ അവർ ചുവന്ന മുളക് പൊടി ചുവന്ന മുളക് മേടിക്കാൻ പറഞ്ഞിട്ട് മുളക് പൊടി മേടിച്ചിട്ട് വന്ന എൻ്റെ പുത്രനെ ഞാൻ വീണ്ടും കടയിലോട്ട് തന്നെ പറഞ്ഞു വിട്ടു. അവൻ പോവാന്ന് പറഞ്ഞു. പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നിർത്തിയത് പഞ്ചസാര അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞാൽ 1 കിലോ പഞ്ചസാര മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയൊക്കെ നിൽക്കും തോന്നുന്നു കേട്ടോ. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. ഞാൻ ശരിക്കും അങ്ങോട്ട് കണക്ക് വെച്ചിട്ടില്ല. ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പഞ്ചസാര ഏറി വന്ന ഒരു 3-4 ദിവസം 1 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രേ നിൽക്കുള്ളൂ. കാരണം അത്രയും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സ്പെഷ്യലായിട്ടും അത്രേ നിൽക്കുള്ളൂ കേട്ടോ. അത്രയും മധുരം ഇടുമല്ലോ കട്ടൻ ചായയിലൊക്കെ. അങ്ങനെ നമ്മൾ ഇന്ന് എന്തുണ്ടാക്കാനാണ് ഈ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുട്ടക്കറി എന്തോ ഉണ്ടാക്കാനാണ് തോന്നുന്നു. നോക്കാം, വഴിയെ നമുക്ക് നോക്കാം. ഇത് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഈ ജിനിത്താൻ്റെ വ്ളോഗ് ജിനിത്താക്ക് എന്നെ ഓർമ്മയില്ലേ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. കാരണം ഇത് മിന്നാന്നെടുത്ത വ്ളോഗാണ്. ഇന്നലെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിനെ അരച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു ചമ്മന്തി റെഡി. ഇനി നമുക്ക് ചട്നി, മുളക് ചട്നിയൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ തേങ്ങ പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സാധാരണ ചട്നി ഇല്ലേ, തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ചട്നി. എൻ്റെ കാതിൻ്റെ അവിടെ എന്തോ ഭയങ്കര വേദന. അത് പോട്ടെ. അപ്പോൾ വേഗം ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ട്. താളിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുക, ചട്ടിയിലോട്ടല്ല. അതായത് കടുകും കറിവേപ്പിലയും ചുവന്നമുളകും കൂടെ താളിച്ചിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഇടും. അപ്പോൾ നമ്മുടെ ചട്നി റെഡി കേട്ടോ. അവിടെ ചട്നി വേവിക്കാറില്ല, ഒറ്റ നേരം നമ്മൾ ചട്നി യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ മുളക് ചട്നി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ സംഗതി സെറ്റ്. അതായത് ചെറിയുള്ളിയിലാണ് കേട്ടോ ഈ സംഭവം ഉണ്ടാക്കേണ്ടത്. ഞാൻ പിന്നെ ഈസിക്ക് ചിലപ്പോൾ വലിയ ഉള്ളിയൊക്കെ എടുക്കും. ചെറിയുള്ളിയും പച്ചമുളകും പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും ഇത്ര മതി കേട്ടോ മുളക് ചട്നിക്ക്. നമ്മൾ നല്ല അരച്ച് വെച്ച് നമ്മുടെ ദോശമാവാണ് ഈ കാണുന്നത്. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ മോരുകറി. അപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുന്നേ തന്നെ കറി ഉണ്ടാക്കി വെച്ചു. മാങ്ങ, തേങ്ങ, പച്ചമുളക്, പിന്നെ ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കി കൊണ്ടുവരുന്നുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്. പിന്നെ 2 വലിയ കയ്യിൽ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നല്ലോണം അരച്ചോളൂ. പിന്നെ കടുക്, ഉലുവ, ചെറിയുള്ളി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. അതൊന്ന് താളിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും കറിവേപ്പിലയും
വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈരും കുറച്ച് മാങ്ങയും കൂടി കഷ്ണങ്ങളായിട്ട് അതിൽ കിടക്കുന്നുണ്ട്. നല്ലോണം അരയ്ക്കണം. അപ്പം നല്ലപോലെ തിളപ്പിക്കരുത്. ഇതാണ് നമ്മുടെ മാങ്ങാ മോരുകറി. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതൊരു സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്ക് കൂട്ടാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി ടേസ്റ്റ് നോക്കിയതാണ്. അങ്ങനെ സംഗതി അവിടെ സെറ്റായ ശേഷം ഞാൻ അടച്ചു വെച്ചു. നെക്സ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയപ്പോഴേ ഇനിയിപ്പോൾ കഴിക്കാൻ നിൽക്കാമല്ലോ. നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി ചട്നി ഈ വക ഐറ്റംസ് പൊടികളും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് കല്ലിൽ ഇച്ചിരി ഒന്ന് ഓയിൽ അപ്ലൈ ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ സ്പാച്ചിൽ വെച്ചിട്ട് ഇച്ചിരി ഒന്ന് അപ്ലൈ ചെയ്യും. ഫ്രിഡ്ജിലാണ് കേട്ടോ മാവ്. ഇതിട്ടിട്ട് ഞാൻ വയർത്ത് ഒഴുകിയിട്ടുണ്ട്. വേഗം മാവൊക്കെ എടുത്തിട്ട് വന്നു. മാവ് നല്ലോണം പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ തട്ടി അതിലോട്ടിട്ട് ഇനിയിപ്പോൾ ഇഡ്ഡലിക്ക് ആട്ടണം. കാരണം നമ്മുടെ ഒരു ഗ്യാസ് സിലിണ്ടർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം കുക്കിംഗ് ഫാസ്റ്റ് ആക്കേണ്ട രീതികളൊക്കെ മാക്സിമം നോക്കേണ്ടി വരും. ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് നിന്ന് ചുടേണ്ടി വരും. ഇഡ്ഡലി ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഇനി അങ്ങനെ വല്ലതും ആക്കണം വിചാരിച്ചിട്ടാണ്. അങ്ങനെ നല്ല റോസ്റ്റ് ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് കമൻറ്റ് വല്ലതും വായിക്കാനുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. നമ്മുടെ FB വല്ലതും എഴുതിയിട്ടുണ്ടോ എന്നുള്ളത്. ചായ നിർബന്ധമാണ് ജിനിത്ത. നല്ല കുട്ടി. എനിക്കും നിർബന്ധമാണ് ചായ. നല്ല നല്ല സ്ട്രോങ് ഉള്ള ചായ വേണം ജിനിയെ പോലെ എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പെഷ്യൽ ഇതായിരുന്നു. നല്ല റോസ്റ്റ്, ചമ്മന്തി ചട്നി, മുളക് ചട്നി, ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് കേട്ടോ. വെറൈറ്റി ചിക്കൻ റെസിപ്പി എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. എനിക്ക് രാവിലെ ചായ വേണം ജിനി, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. പിന്നെ എനിക്കും ടീ വേണം. കുറേ പേരുണ്ട് കേട്ടോ. എനിക്ക് ഡെയിലി 3 ചായ വേണം. ഓക്കെ, ചായ കീ ജയ്. കമന്റ് ബോക്സ് മൊത്തം ചായയുടെ അല്ലേ. പിന്നെ സൂപ്പർ വ്ളോഗ്, ഹാർട്ട്, FB, ഇൻസ്റ്റ ഇല്ല എന്ന് പറയുന്നുണ്ട്. എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് ചായ വെക്കാൻ പോവാണ്. ചായ കീ ജയ് എന്ന് പറഞ്ഞ പോലെ ചായ വെക്കാൻ പോവാണ് കേട്ടോ. ഇനി ചായ എല്ലാം കുടിച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇനിയിപ്പോൾ ഉണക്കമീൻ മേടിച്ചിട്ടുണ്ട്. നങ്കിമീൻ, നമ്മുടെ സ്വന്തം മാന്തൽ. അപ്പോൾ അത് വെച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുക്കണം. അതൊന്ന് വെള്ളത്തിലൊക്കെ ഇടണം. പിന്നെ എന്താ പറയുക, നമ്മുടെ മാവ് ബാക്കിയുള്ളതിനൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതിലോട്ട് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കട്ടെ. ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാത്രങ്ങൾ വേഗം കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് സമയം ലാഭിക്കാറ്. വെറുതെ ചായനെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അത് തിളക്കേണ്ട സമയത്ത് അങ്ങ് തിളച്ച് വരട്ടെ. നമുക്ക് അപ്പോഴത്തേക്കും കുറച്ച് നമ്മുടെ പണികളൊക്കെ ചെയ്യണേ അത് കഴിഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനെ FB നമുക്കിതാ അതായത് ലൈഫിൽ നമ്മുടെ ഓരോ മൊമെന്റ് എൻജോയ് ചെയ്യാൻ ഇപ്പോൾ തന്നെ നമ്മൾ ഡെത്തിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കമന്റ് കണ്ടു. 2 നേരവും ചായ വേണം നിർബന്ധമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ കുറേ ഹാർട്ട്, ലൈക്ക്, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ FB നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ നമുക്ക് അയച്ചു തന്നേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് നേരത്തെ തുടയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടച്ചു കഴിഞ്ഞാൽ പണി കഴിയുമല്ലോ, അത്രേ ഉള്ളൂ. വേറൊരു കാരണവുമില്ല കേട്ടോ. പറ്റിച്ചേ. അങ്ങനെ അയാൻകുട്ടി അവിടെ ഇരിക്കണോണ്ടില്ലേ, തലയ്ക്ക് 2 കൊടുക്കാൻ തോന്നിട്ടോ ഞാൻ. എന്നിട്ട് ആ മോപ്പ് അങ്ങോട്ട് കയ്യിൽ കൊടുത്താലോ എന്ന് തോന്നി. അവൻ തുടക്കമൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് വീശും, ഇങ്ങോട്ട് വീശും, അങ്ങോട്ട് വീശും. അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക. അങ്ങനെ ഞാൻ തുടക്കൽ കഴിഞ്ഞിട്ട് ഇനി ഒരു കറി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം. മുരിങ്ങ ഒടിച്ചിട്ട് വരാൻ വിചാരിച്ചിട്ട് ബാക്കിലോട്ട് പോയിട്ട് അത്യാവശ്യം മുരിങ്ങ നിൽക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങ കോലും ഉണ്ട് കേട്ടോ. മുരിങ്ങക്കായ അതുണ്ടായി വരുന്നുണ്ട്. ഇനി ഇലക്ട്രിക്കാർ വന്നിട്ട് KCBക്കാർ വന്നിട്ട് അത് കട്ട് ചെയ്യുമോയെന്നാണ് ആകെയുള്ളൊരു വിഷമം. കാരണം നമ്മുടെ മരം ഇങ്ങനെ വലുതായി വരുമ്പോൾ മുരിങ്ങ പൂവും കായൊക്കെ ഇട്ട് ഇങ്ങനെ വരുമ്പോഴേക്കാണ് അവരിങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതുവരെ വരൂല. ആ ഒരു ടൈമിൽ അങ്ങോട്ട് വരും. അപ്പോൾ 2-3 മുരിങ്ങക്കായ ഞാൻ കണ്ടു. ആ ഭാഗത്തുനിന്ന് ഞാൻ എന്തായാലും മുരിങ്ങ വലിച്ചില്ല കേട്ടോ. അത് നന്നായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മാന്തള് ഞാൻ ജസ്റ്റ് ഇതിലിട്ടു, വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയിട്ട് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. പേപ്പർ വെള്ളത്തിലിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിൽ പേപ്പർ ഇട്ടപ്പം പലരും പറഞ്ഞു അതിൻ്റെ മഷി മീനിലോട്ട് വിഷമാണെന്നൊക്കെ.
പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വന്നിരുന്നത് ഉമ്മമാരൊക്കെ പേപ്പർ ഇട്ട് വെക്കും ഉപ്പ് വേഗം പോവാനാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ കുക്കിങ്ങിന്റെ ഇടയിൽ നല്ല പഴുത്ത മാങ്ങ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. ഇവിടെ ചെറിയ ജീരകവും കടുകും പിന്നെ വലിയുള്ളി ഇതൊക്കെ ഒന്ന് താളിച്ചെടുത്ത ശേഷം നമ്മൾ മുരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങ ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇനിയിപ്പോൾ ഇതിന് വേണ്ടി തേങ്ങ ഞാൻ പൊളിക്കണ്ടേ എന്ന് തോന്നിയത്, അതായത് ചൊരവി എടുക്കണ്ടേ തോന്നിയത്. ചൊരവിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മുട്ടയിട്ടിട്ട് അങ്ങോട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇലക്കറികൾ കുറേ പറഞ്ഞിട്ടുണ്ട് കുറച്ചേ വെക്കുള്ളൂ എന്ന്. കുറച്ച് വെക്കുമ്പോൾ അതിൻ്റെ രുചിയിൽ എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചോറ് വെക്കണം, പരിപ്പ് കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പം ഞാൻ അരിയും പരിപ്പും ഇതുകളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പരിപ്പിലോട്ട് ഞാൻ ഒരു വലിയുള്ളിയും പിന്നെ 2-3 വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് വിചാരിച്ച് അതിനൊക്കെ നന്നാക്കി എടുക്കുകയാണ്. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ പരിപ്പിലൊക്കെ ഇട്ട് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ അരി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ എന്താണ് നെക്സ്റ്റ് കമൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. വെയിറ്റ് ചെയ്യൂ പ്ലീസ്. പേരക്ക എന്ന് പറയുന്ന നമ്മുടെ കൊയ്യാക്ക എന്ന് പറയട്ടോ ഇവിടെ. ചില നാടുകളിൽ അത് പേരക്ക എന്ന് പറയുന്നുണ്ട്. പിന്നെ അമ്രൂദ്, പിന്നെന്താ അടക്കാപ്പഴം, കൊയ്യാക്ക, പേരക്ക, ഇതല്ലാണ്ട് വല്ല ഇതുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഇംഗ്ലീഷും ഒന്നും വേണ്ട, അമൃത് ഹിന്ദിയാണ് കേട്ടോ. ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ജിനിത്താന്റെ ഇംഗ്ലീഷ് എന്നും പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ട്. എന്താ എനിക്ക് ഇംഗ്ലീഷ് സംസാരിച്ചൂടെ? ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ കുറേ പേര് സൂപ്പർ ബ്ലോഗ് ജിനിത്ത എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്കും ടീ വേണം. ഓക്കെ മുത്തേ, ഉണ്ടാക്കി കുടിക്കൂ. പിന്നെ സൂപ്പർ ബിരിയാണിയാണ്, ബംഗാളി ഉണ്ടാക്കാറുണ്ട് ഇത്ര. ഇങ്ങനെ നല്ല കമൻറ്റ് കേട്ടപ്പോൾ അങ്ങനെ തൊലി ഉരിഞ്ഞു പോയി എന്ന് പറയില്ലേ, ചുമ്മാ പറഞ്ഞ കേട്ടോ. അതായത് ബംഗാളി ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നത് ഈ 1 pot റൈസ് ഒക്കെ ഹിന്ദിക്കാരുണ്ടാക്കുന്ന ഒരു ടൈപ്പ് ബിരിയാണിയൊക്കെ തന്നെ. കാരണം ഒരു പുലാവ് പോലെ ഉണ്ടാക്കും, അല്ലാണ്ട് ഹൈദരാബാദി ബിരിയാണി, അങ്ങനത്തെ ഹൈദരാബാദി ബിരിയാണി ദം ബിരിയാണിയാണെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് എനിക്കറിയില്ല, അറിയണവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പൊട്ടാറ്റോ അങ്ങനെ ഒരു സ്ലോ കുക്കിംഗ് ചെയ്ത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കില്ലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് സെറ്റാക്കി വെച്ചേക്കുന്നത്. ഉണക്കമീൻ ഞങ്ങൾ ഉണങ്ങി സെറ്റായിക്കണം കേട്ടോ. ഇങ്ങനെ ഒന്നും ഉണങ്ങണ്ടല്ലേ. അപ്പോൾ 2-3 മീൻ ഈ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെയൊക്കെ നല്ല ഫ്രഷ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ മിക്സ് ചെയ്തിട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളെ നാട്ടുകാരെ പറ്റിക്കല്ല കേട്ടോ. അയ്യോ, ഇനിയിപ്പോ ഈ കടക്കാരൻ നീ അങ്ങനെ ഉണക്കമീൻ തിന്നണ്ട എന്ന് പറഞ്ഞ് എനിക്ക് മീൻ തരൂലേന്നാവും ഇനി. എവിടുന്ന് വാങ്ങിച്ചെന്ന് എനിക്കറിയില്ല, മക്കൾ പോയി വാങ്ങിച്ചിട്ട് വന്നതാ. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി മീനൊന്ന് പൊരിച്ചെടുക്കണം. അതിന് ശേഷം പോയി കുളി കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സിന്ന് ഒരു മോചനം കിട്ടണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇട്ടത് എന്ന്. ഞാനും ഇപ്പം അതാണ് വിചാരിക്കുന്നത്, എന്തിനാണ് ഞാൻ അതിങ്ങനെ കഷ്ടപ്പെട്ട് ഇട്ടത് എന്നുള്ളത്. ചില സാധനങ്ങൾ അങ്ങനെയല്ലേ, ഇഷ്ടത്തോടെ വാങ്ങിച്ച് നമ്മളത് കഷ്ടപ്പെടാൻ ഭയങ്കരമായിട്ട് തയ്യാറാവും. ഇഷ്ടമില്ലാണ്ട് വാങ്ങിച്ചാൽ എത്ര ഈസിയുള്ള കാര്യങ്ങളും നമ്മളത് ചെയ്യൂല അല്ലേ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ശരിക്കും. അങ്ങനെ ഞാൻ 2 ഇതിലായിട്ട് നമ്മുടെ മീനൊക്കെ വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ടു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് കറി ഒന്ന് താളിച്ചെടുക്കുക വിചാരിച്ചു. കടുക്, ചെറിയ ജീരകം, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇത് ഭയങ്കര ഈസിയാണ് അല്ലേ ഈ കറി. എല്ലാം പരിപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈസിയാണ്. അങ്ങനെ ഈ ഒരു കറിയും റെഡി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലുകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ കുട്ടികളിനെ 2-3 ദിവസം ഇങ്ങനെയൊക്കെ ഒപ്പിച്ചു. ഇനിയിപ്പോൾ അവർക്ക് ചിക്കനും ബീഫും വേണ്ടി വരും ഇപ്പം അടുത്ത് തന്നെ. അങ്ങനെ നമ്മൾ ലഞ്ചൊന്ന് വിളമ്പി കാണിക്കുക കേട്ടോ. നല്ല ചോറ്, അതിലോട്ട് മുരിങ്ങയില തോരൻ, പിന്നെ പൊട്ടാറ്റോ നങ്കീമീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പരിപ്പ്, അപ്പുറത്ത് നമ്മുടെ പച്ചമാങ്ങ മോരുകറി, പിന്നെ ചമ്മന്തി അല്ല നമ്മുടെ അച്ചാറ്, തൈര്. ഞാൻ പപ്പടം വറുക്കാൻ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. കേട്ടോ, എന്താണെന്നറിയില്ല, പപ്പടം വറുത്തങ്ങോട്ട് കിട്ടാൻ കുറച്ച് ഇനിയിപ്പോൾ 2-3 പാക്കറ്റ് ഒരുമിച്ച് വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ വറുക്കാൻ തുടങ്ങൂലേ. അപ്പോൾ ആ പാക്കറ്റുകൾ മൊത്തം കഴിയണ വരെ നമ്മൾ വറുക്കും. നല്ല ചൂടുണ്ട് കേട്ടോ. കിട്ടുന്നില്ല കഴിക്കാൻ. ഒരു വായിലിടാൻ വേണ്ടിയിട്ട് എടുക്കാൻ നോക്കുമ്പോൾ ചോറ് നല്ല ചൂടല്ലേ, അതിനും കൊണ്ടായിരിക്കാം മേ ബി. അങ്ങനെ നമ്മൾ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളെല്ലാം കഴിച്ച്. ഇതൊരു ഗ്രീൻ കളർ ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ. അത് നെക്സ്റ്റ് വ്ളോഗിൽ കാണൂല,
കാരണം ഞാൻ അത് ഇട്ട ശേഷം വ്ളോഗ് പിന്നെ എടുത്തിട്ടില്ലല്ലോ, ഇനി എടുക്കുമ്പോൾ കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ FB, ഇൻസ്റ്റ, യൂട്യൂബൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നിരുത്സാഹപ്പെടുത്താണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കഫ്താൻ നൈറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഏത് കമൻറ്റ് ആണെങ്കിലും അതിന് പോസിറ്റീവായിട്ട് എടുക്കാനുള്ള മെൻറ്റാലിറ്റി എനിക്കിപ്പോൾ എത്രയോ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.